എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കൊച്ചു മിടുക്കിയെ പറ്റിയിട്ടാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ മണ്ണുണ്ണി കുട്ടികളൊന്നും അല്ല. നമ്മുടെയൊക്കെ കാലഘട്ടത്തിലുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ ശരിക്കും മണ്ണുണ്ണികളായിരുന്നു എന്ന് വേണം പറയാനായിട്ടുള്ളത്. കാരണം ഈ ഒരു പ്രായത്തിൽ, പ്രത്യേകിച്ച് ഈ പറയുന്ന കുട്ടിയുടെ പ്രായത്തിലൊക്കെ ഒന്നും അറിയില്ലായിരുന്നു. ശരിക്കും മണ്ണപ്പം ചുട്ട് കളിക്കാൻ പോലും ശരിക്കും അറിയില്ലായിരുന്നു. അതായിരുന്നു അവസ്ഥ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ രീതിയൊക്കെ മാറി. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര അറിവാണ്. മുതിർന്നവരെക്കാളും അറിവുണ്ട് കുട്ടികൾക്ക് എന്ന് വേണം മനസ്സിലാക്കാനായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കുരുന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കും. കാരണം നമുക്ക് പോലും ചിന്തിക്കാവുന്നതിൽ അപ്പുറമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഈ കുരുന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വരാം. എല്ലാ സൂറത്തിനും പേരും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചില്ലേ? ഇത് ആരാ പഠിപ്പിച്ചെന്നേ? ഉമ്മ. ഓക്കെ. ഇത് പഠിക്കാനുള്ള കാരണം എന്താ? ഇപ്പൊ എന്താ പറഞ്ഞേ? ദുബായി കൊണ്ടുപോകുന്നു. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ദുബായി കൊണ്ടുപോകുന്നു. ഇപ്പൊ ദുബായിലല്ലേ? ആദ്യ ബക്കറ, ആൽ ഇംറാൻ, നിസാ, മാഇദ, അൻആം, അറഫ്, അൻഫാൽ, തൗബ, യൂനുസ്, ഹൂദ്, യൂസുഫ്, റഅദ്, ഇബ്രാഹിം, ഹിജ്ർ, നഹ്ൽ, ഇസ്രാ, കഹ്ഫ്, മറിയം, ത്വാഹ, അംബിയ, ഹജ്ജ്, മുഅ്മിനൂൻ, നൂർ, ഫുർഖാൻ, ശറ, നംൽ, ഖസസ്, അൻകബൂത്ത്, റൂം, ലുഖ്മാൻ, സജദ, അസാബ്, സബഅ, ഫാത്തിർ, യാസീൻ, സഫത്ത്, സ്വത്ത്, സുമർ, ഹാഫർ, ഫുസിലത്ത്, ശൂരിയ, ദുഹാൻ, ജാസിയ, അൽകഫ്, മുഹമ്മദ്, ഫതഹ്, ഉജറത്ത്, കഫ്, രാരിയാത്ത്, തൂർ, നജ്ം, ഖമർ, റഹ്മാൻ, വാക്കിയ, ഹദീദ്, മുസബല, അശ്ർ, മുൻതഹിന, സഫ്, ജുമുഅ, മുനഫിർ, തുലാഖ്, തഹ്രീം, മുൽക്ക്, കലം, ഹാക്ക, മഹാരീജ്, നൂഹ്, ജിന്ന്, മുസമ്മിൽ, മുത്തസിർ, ഖിയാമ, ഇൻസാൻ, മുസലാത്ത്, നബഅ, നാസിയാത്ത്, അബസ്, തക്ബീർ, ഇൻഫിത്വാർ, തുഫീഫീൻ, ഇൻഷിഖാഖ്, ഉറൂജ്, ത്വാരിഖ്, ആല, റാഷിയ, ഫജ്ർ, ബലദ്, ശംസ്, ലൈൽ, ളുഹ, ശറഹ്, തീൻ, അലഖ്, ഖദർ, ബയ്യിന, സൽസല, ആദിയ, കാരിയ, തകാസുർ, ഹസർ, ഉമസ, ഫീൽ, ഖുറൈശ്, മാഉൻ, കൗസർ, കാഫിറൂൻ, നസ്ർ, വസദ്, കലാസ്, ഫലക്, നാസ്. മാഷാഅല്ലാഹ്. അപ്പൊ ഈ ഒരു കൊച്ചു മിടുക്കിയുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര സൂറത്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അത് എത്രയുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ഒരെണ്ണം പോലും തെറ്റാതെ തന്നെ കറക്റ്റ് ചെയ്ത് ഈ കുട്ടി പറയുകയാണ്. അപ്പോൾ ലാസ്റ്റ് ചോദിക്കുകയാണ്, എന്തിനാണ് മോളെ ഇതൊക്കെ പഠിപ്പിച്ചു തന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഉമ്മച്ചിയാണ് ഇതൊക്കെ പഠിപ്പിച്ചു തന്നതെന്ന് പറയുന്നു. അത് കേൾക്കാം. ഇത്ര സമയം ഇതിന് ഞാൻ കുറെ സമയമാണെന്ന് വിചാരിച്ചു. സൂപ്പറായിട്ടാ. അപ്പൊ ഇഷ ഫാത്തിമ അടിപൊളി. ഇവന്റെ വീഡിയോ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. എന്താ രണ്ടൊരു സമ്മാനം കൊടുക്കാൻ വന്ന സമ്മാനം ഇഷ്ടമായോ? എല്ലാ സൂറത്തിനും പേരും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചി ഇത് പഠിപ്പിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? പുള്ളിക്കാരത്തിയുടെ ഉപ്പ ദുബായിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഉപ്പ പോകുമ്പോഴത്തേക്ക് കൂടെ കൊണ്ടുപോവാം, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഉപ്പേരെടുത്ത് ദുബായിൽ കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ കൊണ്ട് ഇത് പഠിപ്പിച്ചെടുക്കുകയായിരുന്നു. ഉപ്പ പോകുമ്പോൾ ഉപ്പയുടെ അടുത്ത് ദുബായിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാവം മോൾ ഇതൊക്കെ പഠിച്ചെടുത്തിരിക്കുന്നത്. ഈ ചെറിയ കുട്ടിയെ ഇത്രയും കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് പഠിപ്പിച്ചെടുത്ത ആ ഒരു ഉമ്മയ്ക്ക് വലിയ ഒരു കയ്യടി കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഇത്രയും ചെറിയ കുട്ടിയെ, അതിന്റെ പ്രായം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. ഇത്രയും മനോഹരമായിട്ട് പറയാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒരുപാട് കുട്ടികളെ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. പല കുട്ടികളും വന്നിട്ട് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ വന്നിട്ട് ഭയങ്കര രീതിയിലുള്ള പ്രഭാഷണങ്ങളൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും മുതിർന്നവർ പോലും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ചെറിയ കുട്ടി ഈ ഒരു കാര്യം ഹൃദയസ്ഥമാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ എൻ്റെ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന ചിലർ, ആരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, ചില വർഗീയവാദികളിനെ എനിക്ക് അത്തരക്കാരെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. വർഗീയവാദികൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊക്കെ പഠിപ്പിച്ച് വെച്ചിട്ട് ഈ ഒരു കുട്ടി വർഗീയതയുടെ വിഷം പാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പഠിപ്പിച്ചെടുത്തിരിക്കുന്നത് കുട്ടിയെ എന്നുള്ള രീതിയിലൊക്കെ വന്ന കമന്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ കമന്റ് ഇട്ട ആളുകളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഇതുപോലെ പഠിപ്പിച്ചെടുക്കുക. അതായത് ഇതിപ്പോൾ ഇസ്ലാം മതത്തിന്റെ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളാണ് അവർ പഠിപ്പിച്ചെടുത്തിരിക്കുന്നത്. വീട്ടിലുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്താണ് ഭഗവത്ഗീത, എന്താണ് രാമായണം, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ബൈബിൾ എന്താണെന്നും ബൈബിളിലെ വചനങ്ങൾ എന്തൊക്കെയാണ്
എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക. അതല്ലാതെ മറ്റൊരു കുട്ടി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വന്നിട്ട് അത് അങ്ങനെ ആയിപ്പോവും ഇങ്ങനെ ആയിപ്പോവും എന്ന് പറയാതെ അവരവരുടെ വീട്ടിലെ അവരവരുടെ മക്കളെ മാന്യമായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആത്മീയതകളൊക്കെ പഠിപ്പിച്ച് എടുത്ത് നല്ല രീതിയിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ കാലത്തിലുള്ള ആളുകൾ കൂടുതലും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് കുട്ടികൾ ഇംഗ്ലീഷ് പഠിച്ചാൽ മതി. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനും വായിക്കാനും അറിയാമെങ്കിൽ, നന്നായിട്ട് എഴുതാനും ഇംഗ്ലീഷിൽ എല്ലാം കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ പിന്നെ എല്ലാമായി എന്നുള്ളൊരു കാഴ്ചപ്പാടിലുള്ളൊരു തലമുറയാണ് ഇന്നത്തെ കാലഘട്ടത്തിലൂടെ പോകുന്നത്. ശരിക്കും ഇതുപോലെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള അറിവുകൾ നേടുന്ന കുട്ടികൾ ഒരിക്കലും വലിയ രീതിയിലൊന്നും വഴിതെറ്റി പോകാനായിട്ട് സാധ്യത കുറവാണ്. കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ദൈവഭയം, പണ്ടത്തെ കാലത്തെ കുട്ടികളൊക്കെ വഴിതെറ്റി പോകാത്തതിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ദൈവഭയം ഉണ്ടായിരുന്നു. ഒരു സത്യം ചെയ്യാൻ പറഞ്ഞാൽ പോലും അവർ ആ ഒരു സത്യത്തിനെ വളരെയധികം ഭയപ്പാടോടുകൂടിയാണ് കണ്ടിരുന്നത്. കാരണം നമ്മൾ സത്യം ചെയ്യുമ്പോൾ ആ ഒരു സത്യം ലംഘിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും തെറ്റ് പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷം ഉണ്ടാവുമോ എന്ന് പണ്ടത്തെ കാലത്തെ കുട്ടികളൊക്കെ ഭയപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള ഭയപ്പാടില്ല. കാരണം അവർക്ക് എന്താണ് ആത്മീയതയെന്ന് അറിയില്ല. അവർക്ക് എന്താണ് ശരിക്കും അവരവരുടെ മതത്തെക്കുറിച്ച് പോലും ഒരു അറിവുമില്ല ഇന്നത്തെ കാലത്തെ പിള്ളേർക്കെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ ഒരു കുട്ടിയുടെ മാതാപിതാക്കളെ നന്നായിട്ട് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുട്ടിക്ക് നമ്മൾ വർഗീയ വിഷം തുപ്പുകയല്ല വേണ്ടത്, കുട്ടികൾക്ക് അവരവരുടെ മതത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെങ്കിലും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് വർഗീയത എന്നതിന് അർത്ഥമില്ല. അങ്ങനെ ഒരു അർത്ഥം കൊടുക്കുന്നത് ശരിയല്ല. അപ്പോൾ ഏതൊരു മതത്തിലുള്ള ആളുകൾക്കാണെങ്കിലും, ഇപ്പോൾ ക്രിസ്തു മതത്തിലുള്ള ആളുകൾക്കാണെങ്കിലും ആ ഒരു മതത്തെക്കുറിച്ചിട്ട് ആ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള കുട്ടി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എന്താണ് ക്രിസ്തു മതം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു കുട്ടി അറിഞ്ഞിരിക്കണം എന്താണ് ഹിന്ദുമതം, എങ്ങനെയാണ് ഹിന്ദുമതം, എന്താണ് ഹിന്ദുമത ആചാരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. അത് പിന്നെ എങ്ങനെയാണ് സ്വന്തം മാതാപിതാക്കൾക്കേ അറിയില്ല എന്താണെന്ന്, പിന്നെ എങ്ങനെയാണ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത്? അപ്പോൾ മറ്റുള്ള കുട്ടികൾ ഇത് പറയുമ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാര്യം നന്മ കണ്ടു കഴിഞ്ഞാലും തിന്മ കണ്ടു കഴിഞ്ഞാലും നമ്മൾ അവിടെ പ്രതികരിക്കും. അപ്പോൾ നല്ലൊരു കാര്യം ഒരു കുട്ടി ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ മതം വേറെയാണ് എന്ന് കരുതിയിട്ട് നമ്മൾക്ക് ആ ഒരു കുട്ടിയെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു കുട്ടി ചെയ്തത് നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കരയാനായിട്ട് വരുന്ന കഴുതകളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കഴുത കരഞ്ഞു തീർക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.